ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറാണിത്. നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയം. ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് വിശുദ്ധ ഫൗസ്തീനായ്ക്ക് ഈശോ നൽകിയ വാഗ്ദാനമനുസരിച്ച് നമുക്ക് 3 മണി സമയത്ത് കൃപയുടെ സമയമെന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൃപയുടെ സമയമിതാ, കരുണതൻ സമയമിതാ, കർത്താവിൻ കൃപയൊഴുകും നിമിഷമിതാ, തിരുരക്തത്താലെ അഭിഷേകമേകിടും കർത്താവിൻ കരുണതൻ സമയമിതാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ ഭാഗകരാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ ഭാഗകരാ. പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാൻ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാൻ. മോക്ഷരാജ്യത്തിൽ നിന്നെഴുന്നള്ളി നീ വരേണമെൻ ദൈവകുമാര, ദൈവകുമാര, ദൈവകുമാര. മോക്ഷരാജ്യത്തിൽ നിന്നെഴുന്നള്ളി നീ വരേണമെൻ ദൈവകുമാര, ദൈവകുമാര, ദൈവകുമാര. നീ എൻ ഹൃത്തിൽ നിൻ സിംഹാസനത്തെ പ്രിയമോടുടൽ സ്ഥാപിച്ചിടേണം. നീ എൻ ഹൃത്തിൽ നിൻ സിംഹാസനത്തെ പ്രിയമോടുടൽ സ്ഥാപിച്ചിടേണം. മോക്ഷരാജ്യത്തിൽ നിന്നേ
ദൈവകുമാര ദൈവകുമാര. ദൈവതിരുസന്നിധിയിൽ കരുണയുടെ മണിക്കൂറിൽ പ്രിയമുള്ളവരെ നമ്മളായിരിക്കുന്ന നേരം നമ്മളെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ വീട്ടിലായിരിക്കുന്ന സമയമായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, യാത്രയുടെ ഇടയിലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളെ ആരാധനയിൽ പങ്കുകൊള്ളുന്നത് ശാരീരികമായിട്ടല്ലെങ്കിൽ കൂടി ആത്മീയമായിട്ട് ഈശോയുടെ ഒരു സാന്നിധ്യത്തിൽ നമ്മളായിരുന്നുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. നമ്മളെ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ അതിൻ്റെ എല്ലാ വേദനകളോടും സങ്കടങ്ങളോടും അതിൻ്റെ എല്ലാ നൊമ്പരങ്ങളോടും ബുദ്ധിമുട്ടുകളോടും ചേർത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പറഞ്ഞാൽ തീരാത്തതും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതുമായ ഒത്തിരിയേറെ ദുഃഖങ്ങൾ നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ടാകാം. കർത്താവിനോട് കൂടിയായിരിക്കുന്ന ഓരോ നിമിഷവും കർത്താവിൻ്റെ കാരുണ്യം എന്നെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ടെന്നൊരു ബോധ്യത്തോടു കൂടി നമുക്കായിരിക്കാൻ സാധിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ആരാധനയുടെ നിമിഷം നമ്മളായിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ കൂടെ നമുക്കായിരിക്കാം. മർത്തായുടെയും മറിയത്തിൻ്റെയും വീട്ടിൽ കർത്താവ് കടന്നു ചെല്ലുമ്പോൾ രണ്ടുപേരും മർത്തായും മറിയവും ഹൃദയത്തിൽ ഒത്തിരിയേറെ സ്നേഹവും ഒപ്പം സങ്കടവും ഉള്ളവരാണ്. എങ്കിലും മറിയം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ കൂടെയിരുന്നു. മർത്ത താൻ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യുമ്പോഴും ഈശോയെ ഓർക്കാനോ ഈശോയുടെ കൂടെ ആയിരിക്കാനോ ഹൃദയം കൊണ്ട് അനുവദിക്കാതെ തൻ്റെ ജോലി കാര്യങ്ങളിൽ മാത്രം വ്യഗ്രചിത്തയായിരുന്നു. ഈശോ മർത്തായോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ അനേകം കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാണ്. ഈശോ എന്താ പറഞ്ഞത്? ജോലി ചെയ്യേണ്ടെന്നല്ല, പണിയെടുക്കേണ്ടെന്നല്ല, പിന്നെയോ ഞാനായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും എൻ്റെ ഹൃദയം കർത്താവിനോട് കൂടെ ആയിരിക്കണം. മറിയത്തെ പോലെ കരങ്ങൾ കൊണ്ട് ജോലി ചെയ്യുമ്പോഴും പ്രയത്നിക്കുമ്പോഴും ഹൃദയം ദൈവസന്നിധിയിലായിരിക്കട്ടെ, കർത്താവിനോട് കൂടെ ആയിരിക്കട്ടെ എന്ന് കർത്താവ് പറയുക. പ്രിയമുള്ളവരായതിനാൽ നമ്മുടെ എല്ലാ പല വിചാരങ്ങളും നമ്മുടെ എല്ലാ വേദനകളും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈ ഒരു നിമിഷം കർത്താവ് എൻ്റെ ജീവിതത്തെ കാത്തുകൊള്ളും. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലോ അക്കാര്യങ്ങളിൽ ഇടപെട്ടില്ലെങ്കിലോ ഒന്നും സംഭവിക്കില്ല. കാരണം ഞാൻ ഈശോയോട് കൂടിയായിരിക്കുന്ന നിമിഷം കർത്താവ് ഞാനായിരിക്കേണ്ട ഇടങ്ങളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളുമെന്നൊരു ഉറപ്പ് നമുക്കുണ്ടാവട്ടെ. ഈശോയുടെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ നേരം ആ കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഏറ്റവും എളിമയോടെ ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും എന്നേരവും എന്നെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം ജീവിതത്തിൽ ഒത്തിരിയേറെ നിമിഷങ്ങളിൽ നമ്മൾ തീരുമാനമെടുക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ഏത് ദിശയിൽ നയിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നമ്മൾ ആകാറുണ്ട്. സങ്കീർത്തനം 103 നമ്മൾ വായിക്കുന്നു, കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്, നാം അവിടുത്തെ ജനവും അവിടുന്ന് നയിക്കുന്ന അജഗണവുമാകുന്നു. സങ്കീർത്തകൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ്, കർത്താവ് ദൈവമാണെന്ന് ആദ്യം തിരിച്ചറിയുക. ഈശോയുടെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ പലപ്പോഴും പ്രിയമുള്ളവരെ, പള്ളി വരുമ്പോൾ പോലും ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ പോലും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം, ഞാൻ ദൈവസന്നദ്ധിയിലാണെന്നൊരു കാര്യമാണ്. ദൈവം എന്നെ ഓരോ നിമിഷവും നോക്കിക്കാണുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ കൺവട്ടത്താണ് ഞാൻ വ്യാപരിക്കുന്നത്. ആ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും എല്ലാം ദൈവസന്നിധിയിൽ സ്പഷ്ടമാണ്. ദൈവ വിചാരം നമുക്കുണ്ടാവട്ടെ. ദൈവത്തിൻ്റെ കൺമുൻപിലാണ്, ദൈവത്തിൻ്റെ കൺവെട്ടത്തുനിന്ന് മാറി നിൽക്കുവാൻ എനിക്ക് സാധിക്കില്ല. ദൈവം എന്നെ ഓരോ നിമിഷവും നോക്കിക്കാണുന്നുണ്ട്. എന്നിട്ട് സങ്കീർത്തകൻ പറയുകയാണ്, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. പ്രിയമുള്ളവരെ, നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ആഴമേറിയ ബോധ്യം അതാണ്, ഞാൻ ആരുടെയാണ്, ഞാൻ ആരുടെ പക്ഷത്തായിരിക്കേണ്ട ആളാണ്. വചനം വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ്, നമ്മൾ
അവിടുത്തേതാണ്. നമ്മൾ ദൈവത്തിൻ്റേതാണ്. കർത്താവ് ഇസ്രായേലിനെ നോക്കി പറയുന്നില്ലേ, നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഇസ്രായേലെ ഞാൻ പറയുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്, യു ആർ മൈൻ. സങ്കീർത്തനൻ വീണ്ടും പറയുകയാണ്, അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചത്, എന്നെ സൃഷ്ടിച്ച് എന്നെ രൂപപ്പെടുത്തി എനിക്ക് പേരിട്ടത് എൻ്റെ ദൈവമാണെങ്കിൽ, എൻ്റെ മേലുള്ള അധികാരം കർത്താവിൻ്റേതാണെങ്കിൽ, ഐ ബിലോങ് ടു ഗാഡ്. ഞാൻ ദൈവത്തിൻ്റെയാണ്, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ഞാൻ ഈശോയുടെയാണ്. നീ ആരുടെയാണ്, നീ എവിടത്തെയാണെന്ന് ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഈ ഭൂമിയിൽ പറയാനൊരു പേരുണ്ട്, ഒരു വിവരമുണ്ട്, ഒരു അഡ്രസ്സുണ്ട്, ഒരു കുടുംബമുണ്ട്. എന്നാൽ ആത്യന്തികമായിട്ട് ജീവിതത്തെക്കുറിച്ചുള്ള നിലപാടുകളുടെ ചോദ്യങ്ങൾ വരുമ്പോൾ, നിൻ്റെ ഹൃദയം ചാഞ്ചാടുന്ന നിമിഷങ്ങളിൽ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്കുണ്ടായിരിക്കേണ്ട, എനിക്കുണ്ടായിരിക്കേണ്ട ഒരു ഉറപ്പാണിത്, ഞാൻ ദൈവത്തിൻ്റെയാണ്. ഞാൻ മറ്റാരുടെയും അല്ല. മറ്റാർക്കും എന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനുള്ള അധികാരവും അവകാശവുമില്ല. എൻ്റെ മേൽ അധികാരമുള്ളവനും എൻ്റെ മേൽ ഉടമസ്ഥാവകാശമുള്ളതും ദൈവത്തിന് മാത്രമാണ്. ഐ ബിലോങ് ടു ഗാഡ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശ ജനങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യവും ഇതുതന്നെയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 32:26 നമ്മൾ വായിക്കുന്നുണ്ട്. ജനങ്ങളിങ്ങനെ പാപത്തിൽ വീണ് ദൈവത്തെ മറന്ന് എല്ലാത്തരം മ്ലേച്ഛതകളിലും മുഴങ്ങുമ്പോൾ വചനം പറയാണ് 25-ാം വചനത്തിൽ 32-25, ജനത്തിൻ്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു. എന്നിട്ട് മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറയുകയാണ്, കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുത്തേക്ക് വരട്ടെ, കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുത്തേക്ക് വരട്ടെ. പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ഇതാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അവിടെ ഇവിടെയുമുള്ള ജനങ്ങളെ കാണുമ്പോൾ, നമ്മുടെ സംസ്കാരത്തെ, ഈ ലോകത്തിൻ്റെ ഗതിവിഗതികൾ കാണുമ്പോൾ നമുക്ക് സംശയമാണ്. ഞാൻ എവിടെ നിൽക്കും? ആരോട് ചേർന്ന് നിൽക്കും? ആരോട് കൂട്ടുകൂടും? ഏത് പക്ഷത്ത് ഞാൻ നിൽക്കും? ഞാൻ ആരുടെയാണ്? എൻ്റെ ഐഡൻറ്റിറ്റി എവിടെയാണ്? പലപ്പോഴും നമ്മൾ ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ നമ്മൾ കിടന്ന് തപ്പിത്തടയുന്നൊരു കാര്യം ഇതാണ്, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എവിടെയാണ്? പ്രിയമുള്ളവരെ, വചനം അതുകൊണ്ട് നമ്മളോട് പറയുന്നത്, മോശ ജനത്തിൻ്റെ അഴിഞ്ഞാട്ടം കണ്ടപ്പോൾ മോശ ചോദിക്കണം, മോശ അവരെ വേർതിരിക്കുവാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ എൻ്റെ അടുത്ത് വരട്ടെ. ചോദ്യം ഇതാണ്. ഈശോയുടെ കാരുണ്യത്തിൻ്റെ ഈ ഒരു സമയത്തെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ഈ ആരാധനയുടെ സമയമായിരിക്കുമ്പോൾ ചോദ്യം ഇതാണ്. ദൈവം നിൻ്റെ ചങ്കിലോട്ട് നോക്കി ചോദിക്കും, നീ ആരുടെ പക്ഷത്താണ്? നീ ആരുടെ പക്ഷത്താണ്? ഞാൻ ആരുടെ സ്വന്തമാണ് എന്നറിഞ്ഞാൽ ആരുടെ കൂടെ നിൽക്കണമെന്ന് എനിക്കറിയാം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നടക്കുമ്പോൾ, പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മുടെ വീട്ടുകാരെ അസഭ്യം പറഞ്ഞാൽ, പുറത്തുനിന്ന് കുറേ ആളുകൾ നമ്മുടെ വീട്ടുകാരെ ഉപദ്രവിക്കാൻ നോക്കിയാൽ, സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ പക്ഷത്ത് നിൽക്കും. കാരണം നമുക്കറിയാം, നമ്മുടെ സ്വന്തമാണ് നമ്മുടെ വീട്ടുകാർ. അവരെ സഹായിക്കേണ്ടതും കൂടെ നിൽക്കേണ്ടതും ഞാനാണ്. അതുപോലെ തന്നെ ഞാൻ ആരുടെ സ്വന്തമാണെന്നറിയുമ്പോൾ, എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ മേലുള്ള അധികാരം ആരുടെ അടുത്താണെന്നറിയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ആരുടെ കൂടെ നിൽക്കണം. വീണ്ടും ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുവാണ്, ജെറീക്കോയെ സമീപിച്ചപ്പോൾ ജോഷ കണ്ണുകൾ ഉയർത്തി നോക്കി, അതാ കയ്യിൽ ഊരിയ വാളുമായിട്ടൊരു മനുഷ്യൻ. ഇപ്പോൾ ജോഷുവ ചോദിക്കുവാണ്, ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാണ്, ജോഷുവ അവൻ്റെ അടുത്ത് ചെന്നു, നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, വല്ല, ഞാൻ കർത്താവിൻ്റെ സൈന്യാധിപനാണ്. കർത്താവിൻ്റെ സൈന്യാധിപനാണ്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെ കാണുമ്പോൾ പോലും ഉടനെ കയ്യിൽ ഊരിയ വാളുമായി നിൽക്കുന്ന ആ ദൂതനെ കണ്ട് ജോഷുവ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ ആരുടെ പക്ഷത്താണ്? ദൈവത്തിൻ്റെ പക്ഷത്തോ ശത്രുപക്ഷത്തോ? ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഇതാണ്, മറ്റുള്ളവരെ നോക്കി മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് ഒരു വിരാമമിടേണ്ട സമയമായി. ആര് എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ അങ്ങനെ ചെയ്താൽ, ഞാൻ ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവരുടെ മുൻപിൽ എൻ്റെ വില പോകുമോ? ആളുകൾ എന്നെക്കുറിച്ച് അത് പറയുമോ ഇത് പറയുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ചിന്തകളിൽ ജീവിക്കാതെ, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മാത്രം ജീവിക്കാൻ പരിശ്രമിക്കാതെ, ഞാൻ ആരുടെ പക്ഷത്താണ് എന്നുള്ളൊരു ബോധ്യത്തിൽ, ഞാൻ ആരുടെ പക്ഷത്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ഉരച്ചു നോക്കി കണ്ടെത്തി ഉത്തരം പറയേണ്ട ഒരു കാര്യം ഇതാണ്, ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്താണോ? Am I
ഓൺ ഗോഡ് സൈഡ്? ദൈവത്തിൻ്റെ വശത്താണോ ഞാൻ ആരുടെ കൂടെയാണ്? ഈശോയുടെ കൂടെയാണോ ലോകത്തിൻ്റെ കൂടെയാണോ? ലോകത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ഞാൻ കർത്താവിനെ മാറ്റി നിർത്തിയും കർത്താവിനെ തള്ളിപ്പറഞ്ഞും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ പരിശ്രമിക്കുവാണ്. സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും കണ്ടതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ പക്ഷത്ത് നിന്ന് മാറി ലോകത്തിൻ്റെ പക്ഷത്ത് മാറി നിൽക്കുവാണ്. മറ്റുള്ളവരെന്നെക്കുറിച്ച് നല്ലത് പറയാൻ, ആരെയും വിഷമിപ്പിക്കേണ്ട, ആരെയും വെറുപ്പിക്കേണ്ട എന്നോർത്ത് ഞാൻ ദൈവത്തെ തള്ളിപ്പറയാൻ തയ്യാറാകുവാണ്. സ്നേഹമുള്ളവരെ, ഞാൻ ഒരു നിലപാടെടുക്കേണ്ട സമയമാണ്. നിങ്ങൾ ഒരു നിലപാടെടുക്കേണ്ട സമയമാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം എനിക്കില്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ ചാഞ്ചാടിക്കൊണ്ടിരിക്കും. കാരണം ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഈ തീരുമാനം നമ്മൾ എടുക്കണം. ഞാൻ ഓരോ തീരുമാനമെടുക്കുമ്പോൾ അത് മറ്റുള്ളവരെ കണ്ടുകൊണ്ടാണോ എടുക്കുന്നത്, ദൈവത്തെ മുൻനിർത്തിയാണോ ഞാനൊരു തീരുമാനം എടുക്കുന്നത്? അതൊരു വാക്ക് പറയുമ്പോഴായിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴായിക്കൊള്ളട്ടെ, എന്ത് ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ ചോദിക്കേണ്ട ചോദ്യം, ഞാനിത് ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്താണോ, ഞാൻ മനുഷ്യരുടെ പക്ഷത്താണോ? പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്ന ദൈവം എന്നെ കാണുന്നത് എൻ്റെ സൗന്ദര്യത്തെ വെച്ചോ, എൻ്റെ കഴിവിനെ വെച്ചോ, എൻ്റെ നേട്ടങ്ങളെക്കുറിച്ചോ അല്ല. എൻ്റെ ദൈവം അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ചങ്കിലേക്കാണ് നോക്കുന്നത്, എൻ്റെ ഉള്ളത്തിലേക്കാണ് നോക്കുന്നത്, ഹൃദയത്തിലേക്ക് നോക്കി കർത്താവ് പറയും, അവൻ എൻ്റെ പക്ഷത്താണോ അല്ലയോ? ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നെ അറിയുന്നില്ല എന്നൊരു വിലാപം ദൈവജനത്തെക്കുറിച്ച് യെശയ്യായുടെ പുസ്തകത്തിൻ്റെ ആദ്യ താളുകളെ തന്നെ നമുക്ക് കാണാം. ഇസ്രായേൽ ജനത്തെ നോക്കി ദൈവം വിലപിക്കുവാണ്, അവരെ ഞാൻ ഇത്രയും നാളും പോറ്റി വളർത്തി, കാള പോലും കഴുത പോലും തൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, എന്നാൽ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. സ്നേഹം നിറഞ്ഞവരെ, ചോദിച്ചു നോക്കാം, അതിനേക്കാളും താഴേക്കിടയിലാണോ എൻ്റെ ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നെ സൃഷ്ടിച്ച് എന്നെ രൂപപ്പെടുത്തി അമ്മയുടെ ഉദരത്തിലായിരുന്ന നാളുകൾക്ക് മുൻപ് തന്നെ എന്നെ അറിഞ്ഞ എൻ്റെ ദൈവം, ഞാൻ ഉരുവാക്കപ്പെട്ട നിമിഷം മുതൽ എന്നെ പരിപാലിച്ച് എനിക്ക് ജീവിതം തന്ന് എന്നെ വളർത്തി, ഞാൻ അർഹിക്കുന്നതിലും കൂടുതൽ സ്നേഹം, ഞാൻ അർഹിക്കുന്നതിലും കൂടുതൽ കൃപയും പരിപാലനയും തന്ന എൻ്റെ ദൈവം എന്നെ ഓരോ നിമിഷവും സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവം ഏറ്റവും കൂടുതൽ ഒന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ അവിടുത്തെ ആ സ്നേഹമൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ആ സ്നേഹത്തിലേക്കൊന്ന് കടന്നു വന്നിരുന്നെങ്കിൽ, ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ പിന്നാലെ പോകാതെ എൻ്റെ വിലയും എൻ്റെ സ്ഥാനവും ഞാനൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയെ നമുക്ക് ധ്യാനിക്കാം. എൻ്റെ ദൈവം എന്നെ ഓരോ നിമിഷവും തിരികെ വിളിച്ചുകൊണ്ട് സ്നേഹത്തോടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയും, കുഞ്ഞേ, നീ എൻ്റേതാണ്. നിൻ്റെ വില നീ തിരിച്ചറിയണം, നിൻ്റെ സ്ഥാനം നീ തിരിച്ചറിയണം, നീ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് നീ മനസ്സിലാക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ജീവിതത്തെ നീ എറിഞ്ഞ് കളയരുത്. ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ കർത്താവിൻ്റെ കരുണയെ തിരിച്ചറിയാൻ, എന്നെ എപ്പോഴും ചേർത്ത് നിർത്താൻ ഇങ്ങനെ കരങ്ങൾ വിരിച്ച് ക്രൂശിതനായ കർത്താവ് കാത്തിരിക്കുമ്പോൾ, ആ വാതിൽക്കൽ എൻ്റെ പിതാവായ ദൈവം തൻ്റെ സ്നേഹത്തിലേക്ക് എന്നെ ആഴപ്പെടുത്താൻ കാത്തിരിക്കുന്നുണ്ടെന്ന ബോധ്യത്തോടുകൂടി നമുക്കായിരുന്നു കൊണ്ട് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്കൊന്നു ചേർന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെ നമുക്ക് പ്രത്യേകമാം സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ദിവ്യകാരുണ്യം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ലോകമാസകലമുള്ള എല്ലാ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാപികളുടെ മനസ്സാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകമാസകലമുള്ള എല്ലാ പാപികളെ അവിടുത്തെ കരുണക്കടലിൽ മുക്കിയെടുക്കണമേ, അവരെ മനസ്സാന്തരത്തിലേക്ക് നയിക്കണമേ. അങ്ങേ ദിവ്യ സ്നേഹവും കരുണയും തിരിച്ചറിയാൻ എല്ലാ ഹൃദയങ്ങളിലും അവിടുത്തെ സ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരെ ഓർക്കാം. ലോകത്തിൽ പലയിടങ്ങളിലും പല രീതിയിലും സഭ ഞെരുക്കപ്പെടുമ്പോൾ, സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ, വിശ്വാസത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും സ്നേഹത്തിലും സഭയെ ഒന്നിപ്പിച്ച് നിർത്തണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. കുടുംബത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സമർപ്പിക്കാം. കുടുംബത്തിൻ്റെ പ്രതിസന്ധികളെ, ബുദ്ധിമുട്ടുകളെ, രോഗാവസ്ഥകളെ സമർപ്പിക്കാം. എല്ലാത്തിലും ഉപരി നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം, ശാന്തിയും സമാധാനവും നിറയാൻ, കുടുംബ ബന്ധങ്ങളിൽ ഐക്യം പുലരുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് രോഗികളായിട്ട് കഴിയുന്നവർ, ജീവിത ക്ലേശങ്ങളാൽ വലയുന്നവർ, മരണാസന്നരായി കഴിയുന്നവർ, അത്യാസന്ന നിലയിലൊക്കെ ആശുപത്രികളിൽ കഴിയുന്നവർ, പരിചരിക്കാൻ ആരുമില്ലാതെ വിഷമിക്കുന്നവർ,
വൈദ്യശാസ്ത്രത്തിന് പോലും തിരിച്ചറിയാൻ പോലും പറ്റാത്ത രോഗത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അങ്ങനെ പലതരത്തിൽ വേദനകളിലൂടെ, സങ്കടങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കളെ അങ്ങയുടെ കരുണയാൽ ആശ്വസിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയും എല്ലാ എളിയ പ്രാർത്ഥനകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും
കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം
സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. കർത്താവേ, കരുണയായിരിക്കണമേ. അങ്ങേ മക്കളോട് കരുണയായിരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും പൂർവികരെയും വഴി വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ. കാൽവരിയിലെ കുരിശിൽ നിന്ന് ലോകപാപങ്ങളുടെ പരിഹാരാർത്ഥം ഇറ്റിറ്റ് വീണ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തമേ, എന്നെ കഴുകണമേ. അങ്ങേ അമൂല്യ രക്തത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ എല്ലാ പാപങ്ങളും ബലഹീനതകളും എടുത്തു മാറ്റണമേ. അങ്ങേ വാഗ്ദാനമായ പരിശുദ്ധാത്മാവാൽ എന്നെ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തണമേ. അങ്ങേ ജീവിക്കുന്ന സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. ആമേൻ. ദൈവതിരുസന്നിധിയിൽ അവിടുത്തെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. കരങ്ങളെ മാറോട് ചേർത്ത് മുട്ടിന്മേലായിരുന്നു കൊണ്ട് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കരുണയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. നന്മ നേരും അമ്മ, വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ മേരി ലോകമാതാ. കണ്ണിലുണ്ണിയാകും ഉണ്ണിയേശു തൻ്റെ അമ്മയായ മേരി, മേരി ലോകമാതാ. മാതാവേ മാതാവേ മന്നിൻ ദീപം നീയേ, നീയല്ലോ നീയല്ലോ നിത്യസ്നേഹധാര. കുമ്പിൽ നീട്ടും കയ്യിൽ സ്നേഹം തൂകും മാതാ. കാരുണ്യാധിനാഥ മേരി ലോകമാതാ.